രണ്ടാമൂഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുന്നതെല്ലാം വിവാദമാകുന്നു. ഇസ്രായേൽ ഗസ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് അവകാശപ്പെട്ടത്. പ്രസിഡന്റായി അധികാരമേറ്റയുടൻ ഗസയിൽ വെടിനിർത്തൽ വന്നു. ട്രംപിന് വേണ്ടി നെതന്യാഹു വഴങ്ങിയതാണെന്ന ആക്ഷേപം രാജ്യത്തിനകത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കുന്നുണ്ട്. എന്തിനായിരുന്നു ട്രംപ് ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവന്നത്? ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ട്രംപ്. പ്രസിഡന്റ് പദവി പോലും ട്രംപിന് വലിയൊരു ബിസിനസ് സംരംഭമാണെന്ന ആരോപണം എതിരാളികൾ ഉയർത്തുന്നുമുണ്ട്. അതൊന്നും വെറുതെയല്ല എന്നാണോ ട്രംപ് തെളിയിക്കുന്നത്? ഗസ പിടിച്ചെടുക്കും, വിനോദസഞ്ചാര കേന്ദ്രമാക്കും എന്നൊക്കെയാണ് നാവിന് ബെല്ലും ബ്രേക്കുമില്ലാതെ ട്രംപ് വിളിച്ചു പറയുന്നത്. ട്രംപിനെ വിശ്വസിക്കാനാവില്ല. മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് കരണം മറിയും. എങ്കിലും ഗസയുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ പരാമർശങ്ങൾ വലിയ വിവാദ കൊടുങ്കാറ്റാണ് ഉയർത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് ഹമാസ്. തികഞ്ഞ അസംബന്ധവും പരിഹാസ്യവുമാണ് ട്രംപിൻ്റെ പ്രഖ്യാപനമെന്നാണ് ഹമാസ് നേതാവ് സമി അബ്ദു സുഹ്രി പറഞ്ഞത്. ഗസ മുനമ്പ് പിടിച്ചെടുക്കുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ പശ്ചിമേഷ്യയെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസ നിയന്ത്രണത്തിലാക്കാമെന്ന ട്രംപിൻ്റെ താൽപ്പര്യം അപഹാസ്യമാണ്. ഇത്തരം പ്രവൃത്തികൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും, സുഹ്രി റോയിറ്റേഴ്സിനോട് പറഞ്ഞു. യുദ്ധത്തിൽ ഗസ പൂർണ്ണമായും തകർന്നെന്നും പലസ്തീൻ ജനത ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറണമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ഗസ അമേരിക്ക ഏറ്റെടുക്കും, സാമ്പത്തികമായി വികസിപ്പിക്കും ട്രംപ് പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിൽ പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു ട്രംപിൻ്റെ പരാമർശങ്ങൾ. ഇതേ തുടർന്ന് വൻ പ്രതിഷേധം ട്രംപിനെതിരെ ഉയരുകയാണ്. സൗദി അറേബ്യ അമേരിക്കയെ വിമർശിച്ചു. പലസ്തീൻ വിഷയത്തിൽ തീരുമാനമാകാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗസ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന പ്ലക്കാർഡുമായി വൈറ്റ് ഹൗസിന് മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഗസയിലെ ജനത മറ്റിടങ്ങളിലേക്ക് പോകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിവാദ പ്രസ്താവന ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് മറുപടിയുമായി എത്തിയത്. ഒരു അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയത്. ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോയാൽ എന്താവും ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീൻ ജനതയെയല്ല, ഇസ്രായേലികളെയാണ് ഒഴിപ്പിക്കേണ്ടതെന്നാണ് അബ്ബാസ് അരാങ്ചി മറുപടി നൽകിയത്. മുമ്പ് പലരും പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. പലസ്തീനെ ഒഴിപ്പിക്കാനാവില്ല, ഒപ്പം പലസ്തീനെയും പുറത്താക്കാൻ കഴിയില്ല, അബ്ബാസ് അരാങ്ചി പറഞ്ഞു. പലസ്തീൻകാർക്ക് പകരം ഇസ്രായേലികളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കൂ, അവരെ ഫ്രീലാൻഡിലേക്ക് മാറ്റൂ. അങ്ങനെയായാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷികളെ അവർക്ക് കൊല്ലാനാവും. ഗ്രീൻലാൻഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഇസ്രായേലികളുടെ പ്രശ്നവും പരിഹരിക്കാം. അത് അവർക്ക് അനുയോജ്യമായ ഇടമായിരിക്കുമെന്നും അബ്ബാസ് അരാങ്ചി പരിഹസിച്ചിരുന്നു.